ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോണത് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. പാക്കേജിങ്ങിനെ പറ്റിയിട്ടാണ് പറയണത്. ഈ വീഡിയോ സെക്ഷനെ ഞാനൊരു 4ആയിട്ടാണ് തരംതിരിച്ചേക്കണേ. എന്തിനാണ് നല്ലൊരു പാക്കേജിങ്, അതൊന്നാമത്തെ സെക്ഷൻ. എങ്ങനെയായിരിക്കണം നല്ലൊരു പാക്കേജിങ്, അത് 2. എവിടെ നിന്നാണ് നമുക്ക് ഈ നല്ല പാക്കേജിങ് ഐഡിയാസ് എല്ലാം കിട്ടുക, അത് 3. നാലാമത്തത്, ഒരു ഡിസൈനർ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, പാക്കേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഇങ്ങനെ 4 സെക്ഷനുകളായിട്ടാണ് ഞാൻ തിരിച്ചേക്കണേ. അപ്പോൾ തീർച്ചയായിട്ടും ഫുള്ള് വാച്ച് ചെയ്യുക. നിങ്ങൾ പ്രൊഡക്റ്റ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. റീഡിസൈനിങ്ങിൻ്റെ ടൈമിലും എല്ലാം ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എന്തിനാണ് നല്ലൊരു പാക്കേജിങ് എന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, പാക്കേജിങ് എന്ന് പറഞ്ഞാൽ സൈലന്റ് സെയിൽസ്മാൻ എന്നാണ് പറയുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ്മാൻ. നമ്മളില്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടി പ്രൊഡക്റ്റ് വിറ്റ് തരുന്ന ഒരാളാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അടുത്ത് ഒരാളെ നിർത്താൻ പറ്റില്ല. ഈ പ്രൊഡക്റ്റ് ഇന്നതാണ്, ഇതിൻ്റെ ഗുണങ്ങൾ ഇന്നൊക്കെയാണ്, ഞങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല, ഇത് ഉപയോഗിക്കുന്നു എന്നെല്ലാം പറയണമെങ്കിൽ നമുക്ക് ഒരാൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ പാക്കറ്റും പിടിച്ചിങ്ങനെ എപ്പോഴും നിർത്താൻ പറ്റില്ല. അത് എക്സ്പെൻസീവാണ്. അതിന് പകരം നമ്മൾ പാക്കറ്റും അത് എഴുതി വെക്കും. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജിങ്ങിൻ്റെ പ്രൊട്ടക്ഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ്റെ അടക്കം മറ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ കൈകാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് ഇത് ഉടഞ്ഞു പോകരുത്, ഡാമേജ് സംഭവിക്കരുത്. അത് രണ്ടാമത്തെ ഒരു ഫംഗ്ഷനാണ് പാക്കേജിങ്ങിൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. കസ്റ്റമറുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ കസ്റ്റമർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നല്ല സെൽഫോണും കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കാൻ നേരത്ത് അതിൻ്റെ പാക്കേജിങ് നമ്മൾ എടുത്തു വെക്കാറുണ്ട്. അത് കളയാൻ തോന്നാറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലക്ഷറി എക്സ്പീരിയൻസ് ആണ് നമുക്ക് തന്നത്. അപ്പോൾ ആ ഒരു മേഖലയിലും പാക്കേജിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം അല്ലെങ്കിൽ ഷോപ്പുകളിലോ എവിടെ ആയിക്കോട്ടെ, ഷോറൂമിലോ എവിടെ ഈ പാക്കേജ് വെക്കാൻ നേരത്ത് കസ്റ്റമറുടെ കണ്ണിൽ ഇത് പെടണം. കസ്റ്റമറുടെ കണ്ണിൽ ഇത് പെടുക എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, ഷെൽഫിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ആ പാക്കറ്റ് പോപ്പപ്പ് ചെയ്തു തന്നെ അത് കസ്റ്റമറുടെ കണ്ണിൽ പെടണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ ഉണ്ട്, ഇങ്ങ് പോരെ എന്ന് വിളിക്കണ പോലെ നിങ്ങളുടെ പാക്കേജിങ് കസ്റ്റമറെ വിളിക്കണം. അതാണ് പാക്കേജിങ്ങിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ. ഇതെല്ലാവരും നമുക്കെല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ, എങ്ങനെ ആയിരിക്കണം ഒരു നല്ല പാക്കേജിങ് എന്നുള്ളതാണ്. ഞാൻ ഓരോ പോയിന്റും മിസ് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ എഴുതി വെച്ചേക്കുകയാണ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ പലരും ചെയ്യാത്തൊരു കാര്യമാണത്. നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. നിങ്ങളിതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം നല്ലൊരു പാക്കേജിങ് എന്നാണ്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ എഴുതിയേക്കുന്നത്, ഒറ്റ ഗ്ലാൻസിൽ തന്നെ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യണം. പാക്കേജിങ് ഒറ്റ ഗ്ലാൻസിൽ തന്നെ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളായിരിക്കണം. അതുപോലെ തന്നെ അതിൽ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം. സിമ്പിളായിരിക്കണം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓവറായിട്ട് വാരി വലിച്ച് എഴുതി വെക്കരുത്. പാക്കേജിങ്ങിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ കംപ്ലീറ്റ് മിഷനും വിഷനും എല്ലാം ഈ ഫ്രണ്ട് പാക്കേജിങ്ങിൽ തന്നെ കൊടുക്കരുത്. കാരണം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അധിക സമയമില്ല അവർക്ക് സ്പെൻഡ് ചെയ്യാൻ. അവരിങ്ങനെ എടുത്ത് പിടിച്ച് പൊക്കി പിടിച്ച് ഇങ്ങനെ വായിച്ചിങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അങ്ങനെയൊന്നും ആ തിരക്കഥയൊന്നും വായിച്ചിരിക്കാൻ ഒരു കസ്റ്റമർക്ക് നേരമില്ല. അപ്പോൾ കുറഞ്ഞ ടൈമിൽ തന്നെ ഒറ്റ ഗ്ലാൻസിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അതെങ്ങനെയായിരിക്കണമെന്ന് ഞാൻ വഴിയെ പറയും, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നുള്ളത്, പലരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ പറ്റണൊരു മിസ്റ്റേക്ക്. ഇവരുടെ ലോഗോയും എല്ലാം നമുക്ക് വായിക്കാൻ തന്നെ പറ്റൂല. ഇത് ഇംഗ്ലീഷാണോ എഴുതിയേക്കണേ, അറബിയാണോ എഴുതിയേക്കണേ, ഹിന്ദിയാണോ എഴുതിയേക്കണേ, ഒരു പിടി ഉണ്ടാവില്ല. നമ്മൾ തലയൊക്കെ ചെരിച്ചും വെട്ടിച്ചൊക്കെ പിടിച്ച് എന്തൊക്കെയോ പിടി കിട്ടി. അങ്ങനത്തെ ഫോണ്ട് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ ബ്രാൻഡ് വേറൊരാളുടെ അടുത്തേക്ക് എത്തിക്കാൻ തന്നെ നല്ല പ്രയാസമാണ്. അക്കൂട്ടത്തിൽ നിങ്ങൾ എത്തിച്ചതിന് ശേഷം ആളുകൾക്ക് ഇത് വായിക്കാൻ പറ്റിയില്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് ലോഗോ ഡിസൈനിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ആർക്കും വായിക്കാൻ പറ്റാത്ത ഫോണ്ടൊക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ കൊക്കക്കോള ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, കൊക്കക്കോള ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള, അത് വരയ്ക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണത്, വായിക്കാൻ പറ്റും.
പക്ഷെ പലരും ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കോംപ്ലക്സ് ആക്കും, തീരെ വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഫോണ്ടുകളും കളറുകളൊക്കെ യൂസ് ചെയ്യും. അടുത്ത് പറയാനുള്ളത് കളറിൻ്റെ കേസാണ്. പലപ്പോഴും കളറ് ചേരാത്ത കളറുകളാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മളെല്ലാം കണ്ട് പരിചയിച്ചേക്കണ ഒരു പാക്കേജിംഗ് ആണ്, കോൾഗേറ്റിൻ്റെ ആണ്. ഇപ്പോൾ കോൾഗേറ്റ് ഇവിടെ യൂസ് ചെയ്തേക്കണ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറാണ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തേക്കണത്, വൈറ്റിലാണ് എഴുത്ത് വന്നേക്കണത്. ഇത് രണ്ടും ചേരണ കളറുകളാണ്. ചേരണ കളറുകളാണ് എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ഈ റെഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഇതൊരു പിങ്ക് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ വായിക്കാൻ കണ്ണിന് ഒരു എടുപ്പുണ്ടാവില്ല, നമുക്ക് എടുത്ത് വായിക്കാൻ പറ്റില്ല, ഒന്ന് സൂക്ഷിച്ച് നോക്കേണ്ടതായിട്ട് വരും. റെഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഇവിടെ മറ്റേതെങ്കിലും റെഡിനോട് സാമ്യമുള്ള ഒരു പിങ്കിനോട് സാമ്യതയൊക്കെയുള്ള കളറുകളാണ് കൊടുത്തതെങ്കിൽ ഇത് വായിക്കാൻ പറ്റില്ല. കോൾഗേറ്റിന് ഇത് അറിയാം, കാരണം ഇത് $1 മില്യൺ വേണമെങ്കിൽ മില്യൺ കണക്കിന് ഡോളറുകൾ പാക്കേജിങ്ങിന് മാറ്റി വെക്കാൻ സാമ്പത്തിക ശേഷിയുള്ള കമ്പനി ആയതുകൊണ്ട് അവർക്കതറിയാം. അപ്പോൾ അതൊരു ഉദാഹരണമാണ്. സിമ്പിൾ ആയിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വാരി വലിച്ച് എഴുതരുത്. വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് സാംസങ്ങിൻ്റെ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഫോൺ S23. ഇവർ യൂസ് ചെയ്തേക്കണ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വൈറ്റ് ആയിട്ട് തോന്നും, ഇത് സിൽവറാണ് കൊടുത്തേക്കണത്. ഈ ബ്ലാക്കിൽ സിൽവർ വരാൻ നേരത്ത് ഇത് നമുക്ക് മനസ്സിലാവും ഇതെന്താ എഴുതി വെച്ചേക്കണെന്നുള്ളത്. ഗാലക്സി S23 എന്നുള്ളത് നമുക്ക് വായിക്കാൻ പറ്റും. അതേസമയം ഈ ബ്ലാക്കിൽ കാപ്പി കളറോ മറ്റാണ് കൊടുക്കണമെങ്കിൽ അത് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കളറുകൾ തമ്മിൽ ചേരണം. പലപ്പോഴും ചേരാത്ത രണ്ട് കളറുകൾ തമ്മിൽ ചേർത്തൊക്കെ പാക്കേജിംഗ് ഒക്കെ പലരും ഇറക്കാറുണ്ട്. അത് നമുക്ക് ഒന്നാമത് വായിക്കാൻ പറ്റില്ല, അത് അവരുടെ ഫേവറേറ്റ് കളറാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞിട്ടാണ് പാക്കേജിങ് അവർ കൊടുക്കണേ. അത് തീർത്തും ഒരു മണ്ടത്തരാണ്. വായിക്കാൻ പറ്റണം, കസ്റ്റമർക്ക് മെസ്സേജ് കിട്ടണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതിലേക്ക് വാരി വലിച്ച് എഴുതരുത്. ഒരുപാട് കാര്യങ്ങൾ, സകല കഥകളും നിങ്ങൾ കമ്പനി തുടങ്ങിയ കാലഘട്ടം മുതലുള്ള കഥകളൊന്നും ഈ പാക്കേജിങ്ങിൽ എഴുതേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. നാച്ചുറൽ ആണെങ്കിൽ നാച്ചുറൽ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ നിങ്ങൾ ഒരുപാട് വിശദീകരിച്ച്, ഇപ്പോൾ ഹെയർ ഓയിലാണ് നിങ്ങൾ ഇറക്കണമെങ്കിൽ തേങ്ങ ഇട്ടു, ആ തേങ്ങയ്ക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേറെ സെക്ഷനിൽ വേണമെങ്കിൽ പറയാം. ബാക്ക് സൈഡിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം, മറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറയാം. അതൊന്നും പാക്കേജിങ്ങിൽ വരാൻ പാടില്ല. കോൾഗേറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിലെന്തൊക്കെയുള്ളൂ, നിസ്സാര കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ബ്രാൻഡിൻ്റെ ഇത് അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്ട്രോങ് ടീത്ത്, അതേപോലെ ഒരു ചെറിയ 1-2 മെസ്സേജുകളാണ് അതിലുള്ളൂ. ഒരു 5-6 സെൻറ്റൻസ് കൂടി വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും വായിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. അപ്പോൾ പാക്കേജിങ് സിമ്പിളായിരിക്കണം. അത് നിങ്ങൾ ഡിസൈനറോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ സെൻറ്റൻസുകൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചില പ്രൊഡക്റ്റുകൾക്ക് ചില കാര്യങ്ങൾ ഈ 2-3 സെൻറ്റൻസിൽ പറയാൻ പറ്റില്ല. ആ സ്ഥാനത്ത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇമേജുകൾ യൂസ് ചെയ്താൽ മതി. 2 ഇമേജുകൾ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ വാക്യൂം ക്ലീനറാണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ അത് ഒരുപാട് വലിച്ചെടുക്കും, പഴയ പോലെയല്ല, അല്ലെങ്കിൽ നിലവിൽ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് പോലെയല്ല, ഞങ്ങളുടെ നല്ല പവർ ഉണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ 2 സെക്ഷനായിട്ട് തിരിച്ച് 2 ഇമേജ് മാത്രം കാണിച്ചു കൊടുത്താൽ മതി. കസ്റ്റമർക്ക് ഒറ്റ ഗ്ലാൻസിൽ തന്നെ കിട്ടണം. പക്ഷെ അത് എഴുതി പിടിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എഴുതേണ്ട വരും. പിന്നെ തിരിച്ച് ബാക്കിൽ എഴുതാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളിലോ എവിടെയാണോ ഓൺലൈനിലോ നിങ്ങൾ സെല് ചെയ്യുന്ന ടൈമിലൊന്നും ആ ഫ്രണ്ട് ഇമേജ്, മെയിൻ ഇമേജ് മാത്രമാണ് കസ്റ്റമേഴ്സ് കാണുന്നുള്ളൂ. അപ്പോൾ അത് ബാക്കിലൊന്നും എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ആ സ്ഥാനത്ത് നിങ്ങൾ 2 ഇമേജ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് സെൻറ്റൻസുകൾ കുത്തി നിറച്ച് എഴുതരുത്. സിമ്പിളായിരിക്കണം, എലഗൻ്റ് ആയിരിക്കണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. റിയൽ എസ്റ്റേറ്റ് വേസ്റ്റ് ചെയ്യരുത്. അതായത് ഇത് കണ്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റെഡ് സ്പേസിലല്ലേ കോൾഗേറ്റ് എന്ന് എഴുതിയേക്കണത്. ഇത് കണ്ടോ, ഇവിടെ വേസ്റ്റേജ് വന്നിട്ടില്ല. ഈ ബാക്കിൽ ഇവിടെ ഈ സൈഡിലൊന്നും വേസ്റ്റേജ് വന്നിട്ടില്ല. കോൾഗേറ്റ് എന്ന് എഴുതാനുള്ള ആ സ്ഥലം ഏറെക്കുറെ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ നിർത്താറുന്നു. എൻ്റെ ഈ 2 വിരലുകൾക്കിടയിൽ കോൾഗേറ്റ് എന്ന് എഴുതി കോൾഗേറ്റിൽ നിർത്താറുന്നു. പക്ഷെ അതിന് പകരം അവർ സ്പ്രെഡ് ചെയ്ത് ആ എടുത്ത ഏരിയ മൊത്തം കവർ ചെയ്യണ രീതിയിലാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. ഈ മേളിലും താഴെയൊന്നും ഒരുപാട് വേസ്റ്റേജ് വന്നിട്ടില്ല. ഈ പീക്കിരിക്കാട്ടിയായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒന്നാമത് വായിക്കാനും പറ്റില്ല. പിന്നെ ഇത്രയും റിയൽ എസ്റ്റേറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം യൂസ് ചെയ്യണം. കോൾഗേറ്റിൽ നിന്ന് എടുത്ത് കാണിക്കും, അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് നെയിം എടുത്ത് കാണിക്കും. ഇവിടെ വേസ്റ്റേജ് വന്നിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പലരും ഇത് വേസ്റ്റേജ് ചെയ്യും. ഇങ്ങനെ ഒരു റെഡ് സെക്ഷൻ ചുമ്മാ എടുത്തിട്ട്
എന്നിട്ട് ഇവിടെ പീക്കിരി പോലെ ഇങ്ങനെ കോൾഗേറ്റ് ചെയ്തു. പിന്നെ ആ ചുമപ്പൊക്കെ ചുമ്മാ ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എന്തിനാണ് അത്രയും സ്ഥലം എടുത്തതെന്നുള്ളത് അവർക്ക് പോലും വലിയ പിടിയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു വീഡിയോ മലയാളത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇത് ഡിസൈനിങ് ആ ഒരു സെക്ഷനിൽ വന്നതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഞാൻ ഡിസൈനർ അല്ല, പക്ഷെ ഞാൻ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കിയ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ കുക്കീസിൻ്റെ അതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏതൊക്കെയാണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളത്. മൂന്നാമത്തെ സെക്ഷൻ, എവിടെ നിന്ന് കിട്ടും ഈ ഐഡിയകളല്ല. ഈ ഐഡിയ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്കറിയില്ല എന്താണ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ, ഉദാഹരണം ഈ വീഡിയോ കാണുന്നവർ പലരും പല പ്രൊഡക്റ്റുകളായിരിക്കും മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഐഡിയ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിന് വളരെ ഈസിയാണ്. നിലവിൽ ആ കാറ്റഗറിയിൽ ഉള്ള ഫേമസ് ബ്രാൻഡുകളെ നിങ്ങൾ പഠന വിധേയമാക്കുക എന്നുള്ളതാണ്. അതായത് ഗൂഗിളിൽ ചെല്ലാം. ഉദാഹരണത്തിന് നിങ്ങളൊരു പെർഫ്യൂമാണ് മാർക്കറ്റിൽ ഇറക്കണമെന്ന് വിചാരിക്കുക. നിലവിലുള്ള പെർഫ്യൂം കമ്പനികളുണ്ടല്ലോ, ഒരുപാട് വലിയ പെർഫ്യൂം കമ്പനികളുണ്ട്. ഒരു 10 നിങ്ങൾ പഠന വിധേയമാക്കുക. എങ്ങനെയാണ് അവർ ചെയ്തേക്കണേ, ഏത് കളറുകളാണ് അവർ യൂസ് ചെയ്തേക്കണേ, ഏത് ഫോണ്ടാണ് അവർ യൂസ് ചെയ്തേക്കണത്. അങ്ങനെ കോപ്പി അടിച്ചു വെക്കരുത് ഒരിക്കലും. അപ്പാടെ അങ്ങനെ എടുത്ത് കോപ്പി അടിച്ചു, അപ്പോൾ നിങ്ങളുടെ പ്രസക്തി ഇല്ലല്ലോ മാർക്കറ്റിൽ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ എന്തായാലും യൂസ് ചെയ്യണം. ഇൻസ്പയർ ആവാം, ആ ഡിസൈനിൽ നിന്ന് ഇൻസ്പയർ ആവാം. നിങ്ങൾ തന്നെ ഇരുന്ന് തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല, ഇൻസ്പിറേഷൻ കിട്ടും. അപ്പോൾ ഗൂഗിളിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഓരോ ബ്രാൻഡുകൾ ഏതൊക്കെയാണ് ടോപ്പ് 10 പെർഫ്യൂം കമ്പനീസ് ഇൻ ദ വേൾഡ് എന്നോ, അല്ലെങ്കിൽ ഫ്രാൻസാണ് പെർഫ്യൂമിൻ്റെ ഒരു കേന്ദ്രം. അപ്പോൾ ഏറ്റവും ടോപ്പ് 10 ഫ്രഞ്ച് കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കുക, അവരുടെ ഇത് നോക്കുക. Amazon.com നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. Amazon.in അല്ല, Amazon.in ഇന്ത്യയിലുള്ളതാണ്. Amazon.com US ബ്രാൻഡായിട്ടുള്ള ആമസോണിൻ്റെ മെയിൻ ആമസോൺ ഉണ്ടല്ലോ, Amazon.comൽ നിങ്ങൾ ചെന്നിട്ട് നിങ്ങളുടെ ആ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ആമസോണിൽ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിപ്പോൾ കോസ്മെറ്റിക് ആണെങ്കിൽ കോസ്മെറ്റിക്കിൻ്റെ നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ പോവാം. എങ്ങനെയൊക്കെയാണ് അവർ ചെയ്തേക്കണം, എന്താണ് അവർ യൂസ് ചെയ്തേക്കണ കളർ എങ്ങനെയൊക്കെയാണ്. ആ കളറിലും ആ ഫോണ്ടിലൊക്കെ ഒരു കാര്യമുണ്ട്. കാര്യം ഇത്തരം കമ്പനികൾക്ക് ഓൾറെഡി മില്യൺ കണക്കിന് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് അവരുടെ അടുത്തുണ്ട്. അവർ വലിയ വലിയ ഡിസൈനേഴ്സിനെ, ഒരുപാട് പാക്കേജിങ് ഡിസൈൻ ചെയ്ത് പരിചയമുള്ള ഡിസൈനേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യണത്. അപ്പോൾ അവരൊരു നല്ല വർക്കായിരിക്കും എപ്പോഴും കാഴ്ചവെക്കുക. അപ്പോൾ ആ സെയിം ബ്രാൻഡിൻ്റെ ഇതെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനറിനെ അപ്രോച്ച് ചെയ്യുക. അതാണ് എനിക്ക് തരാനുള്ള ഒരു ടിപ്പ്. അപ്പാടെ കോപ്പി അടിക്കരുത്. ഇപ്പോൾ കളർ കോമ്പിനേഷൻ, അവർ ആ യൂസ് ചെയ്തേക്കണം ബാക്ക്ഗ്രൗണ്ട്, ഫോൺ സ്റ്റൈൽ, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് മാറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വെറുതെ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് വെറുതെ ഇട്ടേക്കരുത്. ഇനി ലാസ്റ്റ് സെക്ഷൻ ഏതായിരുന്നു ഞാൻ പറഞ്ഞത്? ഡിസൈനറെ അപ്രോച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഫോട്ടോഷോപ്പ് അറിയാം, അല്ലെങ്കിൽ അഡോബിൻ്റെ ഇല്ലുസ്ട്രേറ്ററിൽ വർക്ക് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് പാക്കേജ് ഡിസൈനർ ആവില്ല, അല്ലെങ്കിൽ ലോഗോ ഡിസൈനർ ആവില്ല. ഇതെല്ലാം ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾക്കേ പറ്റൂ. നിങ്ങൾ ഡിസൈനറൊന്ന് ശ്രദ്ധിക്കുക, അവർ ഓൾറെഡി പടം വരച്ചൊക്കെ പരിചയമുള്ളവരാണോ, അവർ മുമ്പ് പാക്കേജിങ് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ ബോട്ടിലൊക്കെയാണ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ബോട്ടിൽ ഇങ്ങനെ റൗണ്ടായിട്ടായിരിക്കുമല്ലോ ഇരിക്കണേ. ഇത് സ്ക്വയർ ഷേപ്പാണ്. റൗണ്ട് ഷേപ്പിൽ ഇരിക്കാൻ നേരത്ത് അത് സ്റ്റിക്കർ ഒട്ടിക്കാൻ നേരത്ത് അങ്ങോട്ട് കൂടെ അലൈൻമെന്റ് ഒന്നും തെറ്റിപ്പോകരുത്, അങ്ങോട്ട് കൂടെ മാറിപ്പോകരുത്. അങ്ങനെ തല ചുറ്റിച്ചിട്ടൊക്കെ വായിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഒരു ബോട്ടിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കിടന്ന് വായിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ആ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെ കാര്യങ്ങളൊക്കെ നിൽക്കണം. അപ്പോൾ അത് ഓൾറെഡി ഡിസൈൻ ചെയ്ത ആളുകൾക്ക് ആണ് അതിനെപ്പറ്റി ഗ്രാഹ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കുറഞ്ഞ റേറ്റിൽ ചെയ്തു തരുന്നവരും നിങ്ങളുടെ ലോക്കലെല്ലാം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആയുർവേദ ഷോപ്പുകൾ, അതുപോലെ തന്നെ ഇതേപോലത്തെ ഇങ്ങനത്തെ പാക്കറ്റിലൊക്കെ സെല് ചെയ്യുന്ന ആളുകൾ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും മുമ്പ് തന്നെ. അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസും ഉണ്ടാവും. പിന്നെ ആരാണോ ഈ സംരംഭകൻ, മൂപ്പരാണ് എല്ലാ ഇതും പറഞ്ഞു കൊടുക്കേണ്ട ആള്. ഡിസൈനർക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ എന്തായി ശരിയായോ, ഞാൻ വരട്ടെ എന്ന് ചോദിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ആ പ്രോസസ്സ്, ഞാൻ ഈ പറഞ്ഞു തന്ന പ്രോസസ്സുകളെല്ലാം നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആളാണ് ഈ സംരംഭകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് സംരംഭകന് അറിവ് വേണം. അറിവില്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരാഴ്ച മുമ്പ് തന്നാണല്ലോ ഇതുവരെ കിട്ടിയില്ലോ, അങ്ങനത്തെയൊക്കെ ഇതാണ്. ഡിസൈനർക്ക് ടൈം എടുക്കും അത് വരച്ചിതാക്കാൻ. പിന്നെ അവർക്ക് നിങ്ങൾ ഒരു ഐഡിയ കൊടുത്തില്ലെങ്കിൽ, എന്താണ് നിങ്ങളുടെ ബ്രാൻഡ്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, ഇതൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് നേരെ ജോലി ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ഡിസൈനർ അത് ചോദിക്കണില്ലെങ്കിൽ അത് അവരുടെ പ്രശ്നവും കൂടിയാണ്. അത്തരം ആളുകൾ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാക്കേജിങ്ങുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും.
ഈ റീബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ഓൾറെഡി നിങ്ങളൊരു ബ്രാൻഡ് നെയിം ഇറക്കി അല്ലെങ്കിൽ ഒരു പാക്കേജിംഗ് ഒക്കെ ഇറക്കി അതൊക്കെ ആളുകളുടെ മനസ്സിൽ തെളിഞ്ഞതിന് ശേഷം പിന്നെയും മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങ് പിടിച്ചിട്ടുള്ള കാര്യമാണ്, കാശ് ചിലവുള്ളതാണ്. ട്രോപ്പിക്കാന ബ്രാൻഡിന് അത് സംഭവിച്ചതാണ്. അവരവരുടെ പാക്കേജിങ്ങിൻ്റെ ഡിസൈൻ മാറ്റിയപ്പോൾ ട്രോപ്പിക്കാനയുടെ ഓറഞ്ചിൽ ആ സ്ട്രോ കുത്തിയിട്ടൊക്കെ ഉള്ള ഡിസൈൻ ഉണ്ടല്ലോ അത് മാറ്റിയതിന് ശേഷം അവരുടെ ഇത് കുറഞ്ഞു പോയി, സെയിൽ എന്തോ 10-20% കുറയുകയൊക്കെ ചെയ്തു. പാക്കേജിങ് അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ബിസിനസ് കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.